ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ 3 നിലപാടുകളും സാർ കേട്ടു. ഈ ഒരു കേസിൽ ഒരു പുകമുറ സൃഷ്ടിക്കാനുള്ള ശ്രമം എന്നുള്ളത് ഒരു ആക്ഷേപം ഒരു വശത്ത് വരുമ്പോൾ, മറുവശത്ത് ഇതിൽ ഇനിയും കൂടുതൽ ദുരൂഹതകൾ മറന്നേക്ക് പുറത്തു വരാനുണ്ട്. അത് കണ്ടെത്താൻ ഒരു അന്വേഷണ ഏജൻസി കൃത്യമായി സമയമെടുത്ത് തെളിവെടുപ്പ് നടത്തി അത് സംബന്ധിച്ച വാർത്താ കുറിപ്പെടുക്കുന്നു. അതിൻ്റെ കാലതാമസം ഉണ്ടാകും. എല്ലാ തെളിവുകളും മുന്നോട്ട് വെക്കാൻ പാകില്ല. ഈ 2 വാദങ്ങൾ ഇവിടെ കേട്ടു. സാർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു വിഷയം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നേരത്തെ ജയചന്ദ്രൻ സാർ പറഞ്ഞൊരു കാര്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്. അതായത് ടി വീണ മാത്രമാണ് ഇപ്പോൾ ഇതിൽ ചിത്രത്തിൽ വന്നിട്ടുള്ളത്. നേരത്തെ ശശിധരൻ കർത്തയുടെ ഡയറി കുറിപ്പായിരുന്നുവെങ്കിൽ ഇപ്പോൾ വീണ ടിയുടെ കുറിപ്പുകളിലേക്ക് അത് മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇനി കുറേ സംശയ നിഴൽ കൂടി കുറേ പേർ മാസപ്പടിയിലുണ്ട്. അപ്പോൾ അതുകൂടി പുറത്തു വരേണ്ടതല്ലേ? ഇതിപ്പോൾ ഒരു സൈഡ് മാത്രമായി പോകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഈ സെലക്റ്റീവ് ടാർഗറ്റ് എന്ന വാക്ക് അദ്ദേഹത്തിന് ഉപയോഗിക്കേണ്ടി വന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ ഇതാണോ ഇപ്പോൾ അന്വേഷണത്തിന്റെ ഒരു സഞ്ചരിക്കുന്ന ശരിയായ രീതി? സാർ ഇതിനെങ്ങനെയാണ് കാണുന്നത്? ലക്ഷ്മി, അതായത് ഇതിനെ നമ്മൾ ആദ്യം തന്നെ കാണേണ്ടത്, ഈ വിഷയത്തിൽ ഒരു അധാർമികത ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കാൻ ശ്രീ ജയചന്ദ്രൻ തയ്യാറാവണം. അല്ലാതെ ന്യായീകരണങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല. അതായത് ഇവിടെ വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഒരു സാധാരണ സ്ത്രീയല്ല, ഒരു സാധാരണ സംരംഭകയല്ല. അവർക്ക് യോഗ്യതകളുണ്ടാവാം, പ്രൊഫഷണൽ ആവാം, പല കാര്യങ്ങളുണ്ടാകും. പക്ഷെ എങ്കിൽ പോലും മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ കേരളം ഭരിച്ചിരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഭരണപരിധിയിൽ വരുന്ന ഒരു സർക്കാരിന്റെ കൂടി പങ്കാളിത്തമുള്ള, അത് മേജർ ഷെയർ ആയിരിക്കില്ല, മൈനർ ഷെയർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ അദ്ദേഹത്തിന്റെ മകള് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബിസിനസ് പങ്കാളിയാകുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് കരാറിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത്, അതിനകത്തൊരു അധാർമിക എന്ത് നൈതികതയാണ് അതിനകത്തുള്ളത്? ആദ്യം തന്നെ അത് തെറ്റായിപ്പോയി, അത് ശരിയായില്ല. അങ്ങനെ ഒരു കാരണവശാലും മുഖ്യമന്ത്രി ആയിരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു സ്ഥാപനത്തിൽ ആ സ്ഥാപനവുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടാൻ വീണ വിജയനെ അനുവദിച്ചതിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വലിയ തെറ്റുപറ്റിയിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു കരാറുമായിട്ട് മുന്നോട്ട് പോയതിൽ ശ്രീമതി വീണ വിജയനും വലിയ തെറ്റുപറ്റി. ആദ്യം തന്നെ അതിലെ അധാർമികതയും അതിനകത്തെ നൈതികതയില്ലായ്മയും ആദ്യം തന്നെ ചൂണ്ടിക്കാണും. രണ്ടാമതായിട്ട് ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം എന്താ? അതായത് ശ്രീമതി വീണ വിജയൻ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അവർക്ക് പണം കിട്ടുന്നതിലൊന്നും ആർക്കും എതിർപ്പില്ല. അവരൊരു വ്യക്തിയാണ്, അവർക്ക് ബിസിനസ് ചെയ്യാൻ, മറ്റു പല കാര്യങ്ങളും ചെയ്യാം. അതിനൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പ്രശ്നം എവിടെയാണ്? ആദ്യം ചെയ്ത സ്ഥാപനം എന്തുകൊണ്ട് ആ സ്ഥാപനം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അധികാര പരിധിയിൽ വരുന്ന ആ സ്ഥാപനവുമായിട്ട് ബിസിനസ് ഡീലിൽ ഏർപ്പെട്ടു എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തത്, ആ സ്ഥാപനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വീണ വിജയൻ ഞങ്ങൾക്ക് ഒരു സേവനവും തന്നിട്ടില്ല. അവർ തന്നത് ഒരു എന്താ പറയാ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം, MS ഓഫീസ് ടാലി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ ഇപ്പോഴത്തെ കാലത്ത് അതിന്റെ ഒരു സാങ്കേതിക മൂല്യം, അല്ലെങ്കിൽ ആ ഒരു സാധനത്തിന്, അവർ ഈ പറയുന്ന സേവനത്തിനൊക്കെ എന്ത് മൂല്യമുണ്ട്, വാല്യൂ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അത് പറയുന്ന ശശിധരൻ കർത്ത തന്നെ SFI ഒക്കെ ആ മൊഴി കൊടുത്തിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥനായിട്ടുള്ള സുരേഷ് കുമാറൊക്കെ ഈ പറഞ്ഞ ഇന്ററം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുമ്പിലും ഒക്കെ ഈ മൊഴികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സേവനവും ചെയ്യാതെ വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രത്തോളം, അതായത് 5 ലക്ഷം രൂപ അവർക്കും 3 ലക്ഷം രൂപ എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനത്തിനും പ്രതിമാസം കൊടുത്ത് ഏതാണ്ട് 2.82 ലക്ഷം കോടി രൂപ ഇവർക്ക് കൊടുത്തത് ഇവർക്ക് എന്ത് കപ്പാസിറ്റിയിലാണ്? ഇവരുടെ ഏത് കാലിബറിന്റെ പുറത്താണ് ഒരു സേവനം ചെയ്ത് ഇത്രയും പണം കിട്ടിയത്? ഒരൊറ്റ കാര്യമുള്ളത്, അത് കിട്ടാൻ അവർ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളാണ്. അതല്ലേ അതിനകത്ത് ലക്ഷ്മി ഏറ്റവും പെർട്ടനന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അതാണ്. മുഖ്യമന്ത്രിയുടെ മകളല്ല വീണ വിജയനെങ്കിൽ ഇങ്ങനെ ഒരു ഫേവർ ഈ കരിമണൽ കമ്പനിയുടെ ഭാഗത്തു നിന്ന് കിട്ടും? ഈ കർത്ത കൊടുക്കൂ? മാത്രമല്ല, ഒരിക്കലും കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിൽ 50 ലക്ഷം രൂപ ഇതേ കരിമണൽ കമ്പനിയുടെ ഒരു ഫിനാൻസിങ് ഉപസ്ഥാപനമായ ഒരു ഫിനാൻസിങ് കമ്പനി 50 ലക്ഷം രൂപയുടെ വായ്പയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കൊടുത്ത വായ്പ ഈ മാസപ്പടിയിൽ നിന്ന് തട്ടിക്കിഴിക്കുക ചെയ്തതെന്നാണ്. ഇതൊന്നും ജയചന്ദ്രൻ സാറിനൊന്നല്ല, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ അസന്നിഗ്ധമായ വസ്തുതകളാണ്, പുറത്തു വന്നിട്ടുള്ള തെളിവുകളാണ്. SFIയുടെ മുമ്പിൽ ഈ പറയുന്ന വീണ വിജയൻ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം രേഖകളുണ്ട് ഈ പണം എല്ലാം കിട്ടിയതിനോട്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, $1 മില്യൺ ക്വസ്റ്റ്യൻ, മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലയ്ക്ക് കിട്ടിയ ഈ ഫേവറുകൾ എങ്ങനെയാണ് CPM ന്യായീകരിക്കുക? വ്യക്തിയാണ്, അവർക്ക് അവകാശമുണ്ട്, ഒരു പ്രൊഫഷണൽ ആണെന്നൊക്കെ പറയുന്ന
മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഇവർ താമസിച്ചതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകളായ ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് വീണ വിജയൻ വേറൊരു വീട്ടിലാണെങ്കിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ വീട്ടിലെ ഈ ED റെയ്ഡിന് പോവില്ല. ശ്രീമതി വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ താമസിച്ചതുകൊണ്ടാണ് അവിടെ റെയ്ഡ് നടത്തിയത്. മാത്രമല്ല, അന്ന് ഈ റെയ്ഡിന് ശേഷം നടന്ന കോലാഹലങ്ങളൊക്കെ നമുക്കറിയാം. കാറ് ആക്രമിച്ചതും ED ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റിയതും അത് പിന്നീട് കേസായതും 10-60 ദിവസം ഈ ആക്രമിച്ചവരൊക്കെ അകത്ത് കിടന്ന് അതൊക്കെ മാറ്റി നിർത്താം. ശ്രീ പിണറായി വിജയൻ ഇറങ്ങി വന്നിട്ട് എന്താ പറഞ്ഞത്? അവരെന്നോട് ഒന്നും ചോദിച്ചില്ല, എന്നോട് ഒരേ അപമര്യാദയായിട്ട് ഒന്നും കാണിച്ചില്ല, എന്നോട് ചോദ്യം ചോദിച്ചില്ല, എന്നെ ഹരാസ് ചെയ്തിട്ടില്ല, എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ അവിടെ ഒരു സാക്ഷിയായിട്ട് ഒരു കാണിയായിട്ട് അവിടെ ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നോട് ഒന്നും ചോദിച്ചിട്ടുമില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. ഇങ്ങനെ ഇരിക്കെ ഇപ്പോ അന്ന് കിട്ടിയ അവിടെ കിട്ടിയ ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് വരുന്ന പത്രക്കുറിപ്പിൽ പറയുന്നത് റെയ്ഡിൽ കിട്ടിയ വീണയുടെ ഒരു ഡയറിയിൽ നിന്നാണ് ഈ പറയുന്ന വിവരങ്ങളെല്ലാം, അതായത് ഏറ്റവും ഒടുവിൽ നടന്ന റെയ്ഡിലേക്കുള്ള കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അവർക്ക് 85 ലക്ഷം രൂപ ഹവാല എന്ന് സംശയിക്കാവുന്ന രീതിയിൽ ദുബായിലേക്ക് കടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ വരവിൽ കുറഞ്ഞ 2.25 കോടിയുടെ വരവാണ് നമുക്കറിയാവുന്നത്. അത് വേറെ വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അത് വേറെ. പക്ഷെ 20 കോടിയിലധികം രൂപയുടെ ട്രാൻസാക്ഷൻസ് ഈ പറഞ്ഞ വീണയുടെ പേരിൽ നടന്നിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം, പക്ഷെ ഇത് കോടതിയിൽ എത്തുള്ളൂ. ഈ രേഖകളൊക്കെ വെച്ചിട്ട് വേണമല്ലോ EDക്ക് കോടതിയിൽ ഈ കുറ്റപത്രം കൊടുക്കാനും ഈ ചാർജ് ഷീറ്റ് കൊടുക്കാനൊക്കെ. വെറുതെ അങ്ങോട്ട് എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റുമോ? ഇതിന്റെ സോളിഡ് എവിഡൻസുകൾ അല്ലെങ്കിൽ രേഖകൾ കോടതി ആവശ്യപ്പെടില്ലേ? അങ്ങനെ കോടതിയിൽ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് അപഹാസ്യരാവാൻ EDക്ക് പറ്റുമോ? EDയുടെ വിശ്വാസ്യതയൊക്കെ നമുക്കറിയാം. മുഴുവൻ വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനമല്ല. ഇപ്പോഴത്തെ BJP ഭരണത്തിന്റെ ഒരു വേട്ടനായായിട്ടാണ് ED ും അവരുടെ കൺവിക്ഷൻ റേറ്റ് കുറവാണെന്നും ഒക്കെ ന്യായം പറയാം. ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന് കൂടി മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ ആഗ്രഹം കൊണ്ട് അവസാനിപ്പിക്കാം. അതായത് ജയേന്ദ്ര സാറിന്റെ മേജർ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്, ഇതിനകത്ത് വീണ വിജയൻ മാത്രമല്ലല്ലോ ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയത്, വേറെയും ആളുകളുണ്ടല്ലോ. വീണ വിജയനേക്കാൾ എത്രയോ വലിയ ആളുകൾ, സാക്ഷാൽ OC ഉണ്ട്, RC ഉണ്ട്, അതുപോലെ തന്നെ KK ഉണ്ട്, മരിച്ചുപോയ, അങ്ങനെ പലരുടെയും പേരുകൾ പറയും. ജയേന്ദ്ര സാർ സൗകര്യപൂർവ്വം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഫണ്ട് വാങ്ങിയിട്ടുണ്ടെന്ന് ശ്രീ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും സമ്മതിച്ചിട്ടുണ്ട്. സംഭാവന വാങ്ങിയിട്ടുണ്ട്, അത് പാർട്ടി ഫണ്ടായിട്ട് വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിൽ തന്നെ PV എന്ന് പറയുന്നത് ആരാണ് എന്ന് അതിനകത്ത് സൂചനയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെ ആ PV എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും PV എന്ന് പറയുന്നത് വേറെ ആരോ ആണ് എന്നല്ലേ ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ ഒരു ആർജവം കാണിക്കുന്നുണ്ട്, ഞങ്ങൾ ഫണ്ട് വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ പൊളിറ്റിക്കൽ സംഭാവനയായിട്ട് ഈ പൈസ വാങ്ങിയിട്ടുണ്ട്. മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, എല്ലാ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നും പല രീതിയിൽ പണം വാങ്ങാറുണ്ട്, അല്ലാതെ രാഷ്ട്രീയം കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ സംഭാവന, ഇവിടെ ആകെപ്പോഴും ഒരു പ്രശ്നമുള്ള ലക്ഷ്മി, അതായത് ഈ സംഭാവനയ്ക്ക് രസീത് കൊടുക്കാതെ ഇത് അവർ പ്രൈവറ്റ് ആയിട്ട് വ്യക്തിപരമായിട്ട് വാങ്ങി വ്യക്തിപരമായിട്ട് കൈവശം വെച്ച് ഉപയോഗിച്ചെങ്കിൽ അത് കൈക്കൂലിയാണ്, അല്ലെങ്കിൽ അത് അനധികൃതമാണ്, കുറ്റകരമാണ്. നേരെ മറിച്ച് പാർട്ടിയുടെ സംഭാവനയായിട്ടാണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ അത് തെളിയുമല്ലോ. ഇത് അതിലേക്ക് അന്വേഷണം ചെല്ലുമ്പോൾ അവർക്ക് ആ രേഖ കാണിക്കേണ്ടി വരുള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് തീർത്തും അധാർമികമായി നൈതികതയ്ക്ക് ചേരാത്ത രീതിയിൽ ഉപദ്രവിക്കാതിരിക്കാൻ തന്നെയാണ് പലപ്പോഴും ഈ കരിമണൽ കമ്പനി പത്രക്കാർക്ക് ഇത്രയധികം കാശ് കൊടുത്തിരിക്കുന്നു, മറ്റു പലർക്ക് കാശ് കൊടുക്കുന്നതും ഫേവർ കിട്ടാൻ വേണ്ടി മാത്രമല്ല, അവർ വേണ്ടാത്തതൊക്കെ എഴുതി പിടിപ്പിച്ച് ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി, ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പണം കൊടുക്കുന്ന ഒരു ഏർപ്പാട് ഇത്തരം വലിയ കമ്പനികൾക്കൊക്കെ ഉണ്ട്, ശല്യപ്പെടുത്താതിരിക്കാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെയും ഇപ്പൊ അവര് പറയുന്ന ന്യായം എന്താ? പഴനാടും കൊണ്ട് കേസ് കൊടുത്തപ്പോ സുപ്രീം കോടതി പറഞ്ഞു എന്തെങ്കിലും ഫേവർ ചെയ്തതായിട്ട് രേഖയുണ്ടോ, തെളിവുണ്ടോ, അതുകൊണ്ട് ഈ കേസ് എടുത്ത് ദൂരെ കളഞ്ഞു എന്നാ പറയുന്നത്. ഹൈക്കോടതി ഇതെടുത്ത് ദൂരെ കളഞ്ഞു. തെളിവുണ്ടാകാൻ വലിയ പാടാണ്. ഫേവർ ചെയ്യുന്നതിനല്ല, ഫേവർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് വേണമെങ്കിൽ ഈ കമ്പനിക്കെതിരെ പല നടപടികൾ എടുക്കാവുന്ന ചെയ്തികളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കാശൊന്നും കൊടുക്കുന്ന അത് തന്നെ അത്ര ചുവടുള്ള ഏർപ്പാടല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഈ പണം കൊടുത്തിരിക്കുന്നത് അവർക്ക് ഗുണം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും ഇത് കൊടുത്തത്. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്, സഹായത്തിന് വേണ്ടിയിട്ട്. സഹായം എന്ന് പറയുന്നത് മെറ്റീരിയൽ സഹായത്തിന് പുറമെ ഉപദ്രവിക്കാതിരിക്കുന്നത് ഒരു വലിയ സഹായമാണ്. അതുകൊണ്ട് മകളെ മുഖ്യമന്ത്രിയെ സൂചിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൾക്ക് ഈ പറയുന്ന അർഹതയില്ലാത്ത ചെയ്യാത്ത സേവനത്തിന് ഇത്രയും വലിയ പ്രതിഫലം കൊടുത്തു എന്ന് പറഞ്ഞാൽ
അതും ഒരു തരത്തില് അത് ന്യായീകരിക്കാൻ ആർക്കെങ്കിലും പറ്റും. ഇപ്പൊ ശരി സർ. ഈ പറഞ്ഞ ന്യായങ്ങൾ കൊണ്ടൊക്കെ ഇത് ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ന്യായീകരിക്കാൻ പറ്റും. എവിടെയൊക്കെയോ ഗ്രേ ഏരിയാസ് ഉണ്ട്, വളരെ ഷെയ്ഡി ആയിട്ടുള്ള ഒരുപാട് ഡീലുകൾ നടന്നിട്ടുണ്ട്. വീണ വിജയൻ കൃത്യമായിട്ട് ഞാൻ എന്ത് സേവനം കൊടുത്തു എന്നും ഞാൻ എത്ര പ്രതിഫലം മേടിച്ചിട്ടുണ്ടെന്നും എന്നൊക്കെ തുറന്ന് ഈ സമൂഹത്തിനോട് പറയാൻ തയ്യാറായാൽ തന്നെ ഇതിനകത്തെ പകുതി പുകമറ തീരും. പക്ഷെ അവർ ഒരിക്കലും സത്യസന്ധമായിട്ട് ആർജവത്തോടെ സംസാരിച്ചിട്ടില്ല എന്നതാണ് വസ്തുത.